ഇന്ന് നമ്മുടെ മലയാളം രാഷ്ട്രീയ സിനാരിയോയിലെ വൺ ഓഫ് ദ മോസ്റ്റ് വിഷണറി ലീഡേഴ്സ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ നമുക്കറിയാം തെളിവാർന്ന നിലപാടുകൾ കാണാൻ സാധിക്കും. മാത്രമല്ല ഇന്നത്തെ തലമുറയുടെ സ്പന്ദനം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയും നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ ശ്രീ വി ഡി സതീശനെ. ഹൃദയപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യാം ശ്രീ വി ഡി സതീശൻ. എത്ര വലിയ കുഴപ്പം ചെയ്ത ഒരാളെ, ഗുരുതരമായ ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ ഡിജിറ്റൽ മീഡിയയ്ക്ക് കഴിയും. സത്യസന്ധനായ ഒരാളെ, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളെ ചെളിവാരി എറിഞ്ഞ് വഷളാക്കി ലോകത്തെ ഏറ്റവും മോശക്കാരനായ ഒരാളാക്കി മാറ്റാനും ഡിജിറ്റൽ ടി വിക്ക് കഴിയും. ഇന്ന് ലോകത്തെ മുഴുവൻ ഏകാധിപതികളായ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ മാധ്യമത്തെയാണ്. ഞാൻ പേരൊന്നും പറയില്ല, ആരും പേരൊന്നും പറഞ്ഞ് ഞാനൊരു വിവാദത്തിലേക്കൊന്നും പോകില്ല. പക്ഷേ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ, മരിയ റേസ എന്ന് പറയുന്ന നോബൽ സമ്മാനിതയായ ഒരു വനിത എഴുതിയ അതിമനോഹരമായ ഒരു പുസ്തകമുണ്ട്, ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകം. അതിൽ ഏകാധിപതികളായ ഭരണാധികാരികൾ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിനെയും ഡിജിറ്റൽ ടി വിയെയും എത്ര മനോഹരമായിട്ടാണ് ദുരുപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ റിസർച്ചിൻ്റെ വിശേഷമാണ്. അപ്പം നല്ല രീതിയിലും കൊണ്ടുപോകാം, മോശമായ രീതിയിലും കൊണ്ടുപോകാം. ആറ്റം ബോംബ് കണ്ടുപിടിച്ച പോലെ, അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ കണ്ടുപിടിച്ചതുപോലെ ന്യൂക്ലിയർ പവർ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം, നാശത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാം. എന്നതുപോലെ ഒരേ സമയത്ത് അപകടകാരിയും ഗുണപരമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സംഭവമാണ് ഡിജിറ്റൽ ടി വി. ഇന്നിപ്പോൾ ഇവിടെ അവാർഡ് നൽകുന്ന ഒരാൾ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. അദ്ദേഹം, എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടമല്ല അദ്ദേഹത്തെ, നല്ല അസൂയയാണ്. ഇങ്ങനെ ഒരാൾ യാത്ര ചെയ്യുന്നത് കാണുമ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് എങ്ങനെ അദ്ദേഹത്തോട് അസൂയ തോന്നാതിരിക്കും? എല്ലാ ദിവസവും യാത്രയാണ്, ഈ ലോകം മുഴുവൻ ചെയ്യുന്ന യാത്ര, ആ യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ആ യാത്രയിലെ നിരീക്ഷണങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നമ്മളിലേക്ക് എത്തിക്കുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്നാൽ ഏറ്റവും മിനിമം 2 എപ്പിസോഡെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കാണാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിലെ ഉള്ളവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ ആരാധകരാണ്. അപ്പോൾ എൻ്റെ മദറിൻലോ, എൻ്റെ ഭാര്യയുടെ അമ്മ, അവർ ബോട്സ്വാനയിലെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും, പ്രാഗിലെ വിഷയങ്ങൾ പറയും, സ്വിറ്റ്സർലാൻഡിലെ പ്രശ്നങ്ങൾ പറയും. ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഈ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് അവർക്ക് ഈ അറിവ് മുഴുവൻ നേടിക്കൊടുക്കുന്നത്. ഈ യാത്ര ചെയ്യുക, എനിക്ക് എല്ലാ കുടുംബങ്ങളോടും ഞാനിപ്പോൾ പറയാറുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യണമെന്നാണ്. കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്യണം. വലുതാവുമ്പോൾ ആ കുട്ടികൾക്ക് ഓർത്തു വയ്ക്കാനുള്ളത് മാതാപിതാക്കളുടെ കൂടെ നടത്തുന്ന ആ യാത്രയായിരിക്കും. യാത്രയും വായനയുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവങ്ങളെന്നും ജീവിതത്തിലെ പല കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതെന്നും നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ സമീപനങ്ങളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമുക്കൊരു കൃത്യമായ നിലപാടിലേക്കും ഒരു വിഷനിലേക്കും നമ്മളെ നയിക്കുന്ന ഈ 2 കാര്യങ്ങളാണ് യാത്രാനുഭവങ്ങളും വായനാനുഭവങ്ങളും. അങ്ങനെ മലയാളിയെ കൊതിപ്പിക്കുന്ന, ലോകത്തുള്ള എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു യാത്രക്കാരൻ, അത് മനോഹരമായി ടി വിയിലൂടെയും ഡിജിറ്റൽ മീഡിയയിലൂടെയും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ശ്രദ്ധേയമായി, ഞാൻ നേരത്തെ പറഞ്ഞതൊന്നും അദ്ദേഹത്തെ ബാധിക്കില്ല, പോസിറ്റീവ് മാത്രമാണ്. നെഗറ്റീവ് സാധനം കൊണ്ട് വേറെ ഒരു പരിപാടിക്ക് അദ്ദേഹം ഇതുവരെ ഇറങ്ങിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് സത്യത്തിൽ ഞാൻ ഈ അവാർഡ് കൊടുക്കുമ്പോൾ, ഈ അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ ഈ അവാർഡ് ഏറ്റവും കൂടുതൽ ധന്യമാകുന്നു എന്ന് ഞാൻ കരുതുന്നു. കൃത്യമായ കൈകളിലേക്കാണ് അവാർഡ് കൊടുക്കുന്നത്. ഈ 20ാം വാർഷികത്തിൽ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, സാന്നിധ്യമാകാൻ കഴിഞ്ഞതിൽ അതൊരു വലിയ നിയോഗമാണെന്നും ഭാഗ്യമാണെന്നും കരുതിക്കൊണ്ട് എല്ലാ ആശംസകളും അമൃത ടി വിക്ക് നേരുന്നു. Thank you, sir. Thank you.